ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഈ ഫുട്ബോൾ 2025 അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഫുട്ബോളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സിന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഡേവിഡ് ബെക്കാമിൻ്റെ അതുപോലെ തന്നെ മെസ്സിൻ്റെ ഒക്കെ എപ്പിക് കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ നമ്മളെ പ്ലേയേഴ്സിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രീ സ്പിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ മെസ്സിൻ്റെ ഒരു പാക്കാണ് കേട്ടോ നമുക്ക് ഫ്രീ സ്പിന്ന് ഫസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 10 പ്ലേയേഴ്സോളം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. പക്ഷേ നല്ല ലാഗ് ഉണ്ട് കേട്ടോ ഗെയിം. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് സെർവർ നല്ല ലാഗ് ഉണ്ട്. അപ്പോൾ നെറ്റൊക്കെ നല്ല സ്ലോ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഓപ്പൺ ആവുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സിൻ്റെ പാക്ക് ഒന്ന് ഫസ്റ്റ് തന്നെ സ്പിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ സ്പിന്നിങ്ങിൻ്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സിൻ്റെ പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സിൻ്റെ ആ ഒരു ഹൈലൈറ്റ് കാർഡാണ് കേട്ടോ കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ് കേട്ടോ മെസ്സി. അപ്പോൾ ഇത് ഏകദേശം 85-86 ഒരു ലെവലിലാണ് കേട്ടോ റേറ്റിംഗ് ഒക്കെ വരുന്നത്. ഗൈസ്, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ റൊണാൾഡോൻ്റെ ഒരു പച്ച കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ വീക്കിലി വരുന്ന ഒരു കാർഡ്. പക്ഷേ കാര്യമായിട്ട് എബിലിറ്റിയും പവറും കാര്യങ്ങളൊന്നും ഇല്ല. 94 ഉള്ളൂ റേറ്റിംഗ്. അതേപോലെ തന്നെ മെയിനായിട്ട് ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് മാത്രമേ ഇതിനുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. വലിയൊരു എബിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഷൂട്ടിംഗ് ആണ് കാര്യമായിട്ട് ഒരു എബിലിറ്റി ആയിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ലെജൻസിൻ്റെ ഒരു എപ്പിക് കാർഡ്സിൻ്റെ ഒരു പാക്ക് നമുക്കിവിടെ ഫ്രീ ആയിട്ട് സ്പിന്നിങ്ങിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ലെക്ക് അനുസരിച്ചിട്ടാവും അത് കിട്ടുക. നമുക്ക് എന്തായാലും ഒന്ന് കറക്കി നോക്കാം. 5 ഫ്രീ സ്പിൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഒന്ന് കറക്കി നോക്കാം. ഏതെങ്കിലും ലെജൻസിനെ നമുക്ക് കിട്ടുമെന്നൊന്ന് നോക്കാം. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഇത്രയും കാർഡ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ 5 സ്റ്റാർ ആയിട്ടുള്ള കാർഡ്സുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ലെക്ക് അനുസരിച്ചിട്ടാവും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലേയേഴ്സിനെ കിട്ടൽ. നമുക്ക് എന്തായാലും ഇതൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ വളരെ പെട്ടെന്ന് തന്നെ 5 സ്പിന്നും പെട്ടെന്ന് തന്നെ കറക്കിയിട്ടുണ്ട് കേട്ടോ. 5 ഫ്രീ സ്പിന്നും നമ്മൾ കറക്കി. അപ്പോൾ നമുക്ക് വളരെയധികം ലെക്ക് ഉള്ളതുകൊണ്ട് തന്നെ 5ഉം 5 സ്റ്റാറാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നമുക്ക് ഇവിടെ ഒറ്റ എപ്പിക്ക് പോലും നമുക്ക് കിട്ടിയില്ല. 5 സ്പിന്നും കിട്ടി. അങ്ങനെ അവസാനത്തെ സ്പിന്നിൽ നമുക്ക് ഹാലൻഡിനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നോക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നോമിനേറ്റിംഗ് കോൺടാക്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടി കുഴപ്പമില്ലാതെ തോന്നിയ ടെർ സ്റ്റീഗനാണ് കേട്ടോ ഈ ഒരു പാക്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ടെർ സ്റ്റീഗൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ 2 5 സ്റ്റാർ നോമിനേറ്റിംഗ് കാർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 5 സ്റ്റാർ കാർഡ് കൊണ്ട് ഇപ്പോൾ തൽക്കാലത്തിന് നമുക്ക് ടെർ സ്റ്റീഗൻ എടുക്കാം. അതാവും നല്ലതെന്നാണ് കേട്ടോ തോന്നുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കീപ്പറും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ടെർ സ്റ്റീഗനെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിന് നിങ്ങൾക്ക് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഇവിടെ നോമിനേറ്റിംഗ് കോൺടാക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെ ലീഗ് അങ്ങനെ വേറെ 1-2 ലീഗിൻ്റെ കേട്ടോ വന്നിട്ടുള്ളത്. അതത്ര ഒരു നല്ല കാർഡായിട്ട് തോന്നണില്ല. അപ്പോൾ നിങ്ങളനുസരിച്ച് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് നോമിനേറ്റിംഗ് കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഡെയിലി ഗെയിംസിൻ്റെ ഓപ്ഷനിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു പെനാൽറ്റി അടിക്കുന്ന ഓപ്ഷനിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബെക്കാമിന് അതുപോലെ തന്നെ വേറൊരു പ്ലെയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ 2 എപ്പിക് കാർഡ്സിന് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രാങ്ക് റിബറിനെ നമുക്ക് ഫസ്റ്റ് ലാപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഡെയിലി നമുക്ക് ഓരോ ലാപ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഓരോ റിവാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കോയിൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ സ്പിൻ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ നമുക്ക് ബെക്കാമിനെ കിട്ടുന്നത്. നമുക്ക് ബെക്കാമിനും വേറെ ഒരുപാട് പ്ലേയേഴ്സിന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടോണി ആഡംസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു എപ്പിക് കാർഡും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് ബെക്കാമിൻ്റെ കാർഡും നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എപ്പിക് കാർഡാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെനക്കേട് ഉണ്ടാവും. കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പെനാൽറ്റി അടിക്കേണ്ടി വരും. ഡെയിലി നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ജസ്റ്റ് പെനാൽറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ട് ഈ ഒരു 2 പ്ലേയേഴ്സിന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൻ്റെ ഓപ്ഷനിൽ തന്നെ 2 പ്ലേയേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് അതായത് മെസ്സിൻ്റെ അതുപോലെ തന്നെ നെയ്മറിൻ്റെയും കാർഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെസ്സിൻ്റെയും നെയ്മറിൻ്റെയും കാർഡ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1800 കോയിൻ തന്നെ ഒരു പാക്ക് പർച്ചേസ് ചെയ്യാൻ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൽ വേറെയും പ്ലേയേഴ്സ് ഉണ്ട്. ഏകദേശം 10-11 പ്ലേയേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മെസ്സിൻ്റെ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെസ്സിൻ്റെ കാർഡ് അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഒരു പാക്സിൽ മാക്കലിക്സ്റ്റർ അതുപോലെ തന്നെ ജൂലിയൻ
ജൂലിയൻ അൽവാരസ് അങ്ങനെ കുറച്ച് അർജൻറ്റീന അതുപോലെ തന്നെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്കൊരു മെസ്സിൻ്റെ ഒരു ഷർട്ടും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ, നമുക്കൊരു ജേഴ്സി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നെയ്മറിൻ്റെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്മർ, മാർക്കിന്യോസ് അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നെയ്മറിൻ്റെ എഡീഷനുള്ള ഒരു ജേഴ്സി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.